വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആദത്തിൻ്റെയും ഹൗവയുടെയും കഥ കേൾക്കാത്തവർ വളരെ കുറവാണ്. ഈ കഥ പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് അനുസരണക്കേട് കാട്ടിയതിൻ്റെ ശിക്ഷയായിട്ടാണ്. എന്നാൽ നിങ്ങളിൽ എത്ര പേർക്കറിയാം 2000 കൊല്ലം മുമ്പ് ഇസ്രായേലിൽ സൃഷ്ടിച്ച ഈ ഒരു കഥയ്ക്ക് ഇന്ന് ആധുനിക ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നേരിടുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പിന്നിൽ ഒരു വലിയ പങ്കുണ്ട് എന്നുള്ള വസ്തുത. അതെന്താണെന്നും എങ്ങനെയാണ് ക്രിസ്തുമതം പോലെയുള്ള അബ്രഹാമിക് മതങ്ങൾ ആളുകളെ മൂക്കുകയറിട്ട് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈംഗികതയിൽ സൃഷ്ടിച്ച കഥകൾ ഇന്നും എങ്ങനെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം കുളമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയിൽ കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് MBBSും MDയും ഒക്കെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് അവർ പഠിക്കുന്ന ഒരു വിഷയമല്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് നിങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗ് മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. നിങ്ങളിൽ പലരും ചെറുപ്പത്തിലെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവിൻ്റെ കഥ വായിച്ചിട്ടുണ്ടാവാം. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെപ്പറ്റി സംസാരിക്കുന്ന ഒരു കഥയാണ് അത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഒരു താറാവ് പുരാതന ഗ്രീസിൽ സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്നും ഒരു കാലത്ത് ഗ്രീസിൻ്റെ സമ്പദ്ഘടനയെ നിലനിർത്തിക്കൊണ്ടു പോന്നിരുന്നത് ആ താറാവിൻ്റെ സ്വർണ്ണമുട്ടകളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ? എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ ഹൗവ ആദത്തിൻ്റെ ഒരു വാര്യരിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കഥ ഇപ്പോഴും ചരിത്ര സത്യമായിട്ട് വിശ്വസിക്കുന്നത്? ഇവിടെയാണ് നിങ്ങൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച കെട്ടുകഥകൾ അത് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി. ലൈംഗികത എന്ന് പറയുന്ന ജീവശാസ്ത്രപരമായ ഒരു ത്വരയെ പാപവും വൈകൃതവും ഒക്കെ ആക്കി മാറ്റി അത് ജനിക്കുമ്പോൾ തന്നെ മനുഷ്യരിൽ പകർച്ചവ്യാധി പോലെ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു രോഗവുമൊക്കെ ആക്കി മാറ്റുകയും ചെയ്തതിൽ ഒരു വലിയ പങ്ക് വഹിച്ച മനുഷ്യനായിരുന്നു ക്രിസ്ത്യാനികളുടെ ആരാധ്യനായ ഒരു ബിഷപ്പായ 5ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 1600 കൊല്ലം മുമ്പ് ആദത്തിൻ്റെയും ഹൗവയുടെയും കഥയ്ക്ക് നൽകിയ ഒരു വ്യാഖ്യാനമാണ് ഇന്നും ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ദാമ്പത്യ ജീവിതവും ലൈംഗിക ജീവിതവും ഒക്കെ കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, അതിന് ഞാൻ ക്രിസ്ത്യാനിയൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ബൈബിളിലെ കഥയ്ക്ക് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള കഴിവ് എന്നൊക്കെ. ഇത് തികച്ചും ന്യായമായിട്ടുള്ളൊരു സംശയം തന്നെയാണ്. പക്ഷേ അതിന് ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് എന്താണ് ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി ആദത്തിൻ്റെയും ഹൗവയുടെയും കഥയിൽ നടത്തിയ തരികിട എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ പറഞ്ഞതുപോലെ ചില കഥകൾ കഥകളായിട്ട് മാത്രവും മറ്റ് ചില കഥകൾ ചരിത്ര സത്യമായിട്ടുമൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കഥ വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന രീതിയാണ്. അഗസ്റ്റിൻ ആദത്തിൻ്റെയും ഹൗവയുടെയും കഥയെ വ്യാഖ്യാനം ചെയ്തത് ഒരു ചരിത്ര സത്യമായിട്ടും ദൈവം ലൈംഗിക പാപങ്ങൾക്ക് നൽകിയ ഒരു ശിക്ഷയായിട്ടുമൊക്കെയായിരുന്നു. അദ്ദേഹം അതിനെ അങ്ങനെ വ്യാഖ്യാനം ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ലൈംഗികതയെ പറ്റിയുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. സ്വന്തം ശരീരവും ലൈംഗിക താല്പര്യങ്ങളും ഒക്കെ അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യേണ്ട ഒന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ലൈംഗികത എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികത, ചെകുത്താൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനുള്ളിലുള്ള ലൈംഗികത പോലും അതൊരു പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ പാപമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഒരു സ്ത്രീക്ക് പിള്ളേരെ പ്രസവിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ അവളെ പിന്നെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു മഹാൻ കൂടിയായിരുന്നു ഈ അഗസ്റ്റിൻ. ഐ ഫെയിൽ ടു സീ വാട്ട് യൂസ് വുമൺ ക്യാൻ ബി ടു എ മാൻ ഇഫ് വൺ എക്സ്ക്ലൂഡ്സ് ദ ഫംഗ്ഷൻ ഓഫ് ബെയറിംഗ് ചിൽഡ്രൻ. അതുപോലെ തന്നെ അഗസ്റ്റിൻ വ്യാഖ്യാനം ചെയ്ത ആദത്തിൻ്റെയും ഹൗവയുടെയും കഥയിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന് ശേഷം ആദത്തിനും ഹൗവയ്ക്കും സ്വന്തം ശരീരത്തെപ്പറ്റിയും നഗ്നതയെപ്പറ്റിയും വളരെയധികം നാണക്കേടും അപകർഷതാബോധവും ഒക്കെ തോന്നി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ബോഡി ഷെയ്മിങ്ങിൻ്റെ തുടക്കം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകേണ്ട ഒരു സംശയം, 1600 കൊല്ലം മുമ്പ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദത്തിൻ്റെയും ഹൗവയുടെയും കഥയെ അങ്ങനെ വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞ് ആളുകൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
ഇവിടെയാണ് നിങ്ങൾ റോമൻ കത്തോലിക്ക സഭയ്ക്കും വത്തിക്കാനുമൊക്കെ ഒരു കാലത്ത് ഈ ലോകത്തിലുണ്ടായിരുന്ന സ്വാധീനത്തെപ്പറ്റിയും ശക്തിയെപ്പറ്റിയും കൂടെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. സത്യം എന്താണെന്ന് തീരുമാനിക്കാനും നിർവചിക്കാനുമൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു യൂറോപ്പിൽ 1000 കൊല്ലത്തോളം ഭരിച്ചിരുന്ന റോമൻ കത്തോലിക്ക സഭ. ശാസ്ത്രജ്ഞനായ ഗലീലിയോ സൂര്യനല്ല മറിച്ച് ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് തുറങ്കിലടച്ചതും ഈ സത്യം എന്താണ് എന്ന് നിർവചിക്കാനുള്ള ഒരു അധികാരം കത്തോലിക്ക സഭയ്ക്ക് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 17ാം നൂറ്റാണ്ടിലെ സിലിക്കൺ വാലിയും ലോകാരോഗ്യ സംഘടനയും ഒക്കെ വത്തിക്കാനായിരുന്നു എന്ന് സാരം. അതുകൊണ്ടാണ് അഗസ്റ്റിൻ ചരിത്ര സത്യമായിട്ട് വ്യാഖ്യാനിച്ച ആദത്തിൻ്റെയും ഹൗവയുടെയും കെട്ടുകഥയെ ജനങ്ങൾ ഇപ്പോഴും സത്യമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയാണ് കത്തോലിക്ക സഭ അത് പഠിപ്പിച്ചതും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഥയെ വിമർശന ബുദ്ധി ഉപയോഗിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം വിശ്വാസികൾക്കില്ല. ഇനി ഒരു വാദഗതിക്ക് ഈ ആദത്തിൻ്റെയും ഹൗവയുടെയും കഥയ്ക്ക് പകരം പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥയായിരുന്നു കത്തോലിക്ക സഭ ചരിത്ര സത്യമായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ അതും വിശ്വസിച്ചാനേ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച ഒരു കഥ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളുടെയും ലൈംഗികതയിലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കാനിടയായത്? ഇത് സംഭവിച്ചത് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലൂടെയാണ്. ലൈംഗികതയിലും സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുമൊക്കെ പല പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ചും ഇന്ന് ലോകാരോഗ്യ സംഘടനയും സയന്റിഫിക് ബോഡീസും ഒക്കെ പറയുന്നത് പോലെ വളരെ പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടും ചിന്താഗതിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരവും പ്രദേശവും ഒക്കെയായിരുന്നു ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പുരാതന ഭാരതവും കേരളവും എന്നൊക്കെ നമുക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതെങ്ങനെയാണ് ഇല്ലാതായത്? അത് സംഭവിച്ചത് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻ തിയോളജിയുടെ അടിസ്ഥാനത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട മനുസ്മൃതി പോലെയുള്ള ചില ബ്രാഹ്മണവാദി ടെക്സ്റ്റുകളുടെയും ഒക്കെ സ്വാധീനത്തിലുണ്ടാക്കിയ നിയമങ്ങളിലൂടെയും വിദ്യാഭ്യാസ സംസ്കാരത്തിലൂടെയും ഒക്കെയാണ്. ഇന്നും കേരളത്തിലെ എബ്രഹാമിൻ്റെ സന്തതികൾ നടത്തുന്ന ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലിംഗവിവേചനവും ലൈംഗിക ഭീതിയും ഒക്കെ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം നിഷേധിച്ചും സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരും പറഞ്ഞ് ലൈംഗിക വിദ്യാഭ്യാസമില്ലാത്ത തള്ളു ഡോക്ടർമാരെ വിളിച്ച് ക്ലാസ് എടുപ്പിച്ച് ഒരു ശാസ്ത്രീയ പരിവേഷം നൽകിയുമൊക്കെയാണ് ഇവർ നൂറ്റാണ്ടുകളായിട്ട് മതക്കച്ചവടത്തിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. ആധുനിക വൈദ്യശാസ്ത്രവും സയൻസും ഒക്കെ റിസർച്ചിന്റെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ശരീരത്തെ പറ്റിയും ലൈംഗികതയെ പറ്റിയും ഒക്കെ പറയുന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ സയൻസിന്റെ ഒരു പരിവേഷത്തോടുകൂടെ സംസാരിച്ച് ആളുകളിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടാക്കി സഭയുടെ പ്രത്യയശാസ്ത്ര മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് വളരെ യാദൃശ്ചികമായിട്ട് കാണുവാനിടയായി. ഒരു കന്യാസ്ത്രീ കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് പോണിനെ പറ്റിയും സ്വയംഭോഗത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നതായിരുന്നു ആ വീഡിയോ. ലോകാരോഗ്യ സംഘടനയും സയന്റിഫിക് ബോഡീസും ഒക്കെ ഇന്ന് സ്വയംഭോഗത്തെ നോർമലും ഹെൽത്തിയും ആളുകളെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു പ്രവൃത്തിയും ഒക്കെ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ റോമൻ കത്തോലിക്ക സഭയുടെ നിലപാട് നേരെ വിപരീതമാണ്. അപ്പോൾ സഭയുടെ ഈ ഒരു നിലപാട് നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കത്തോലിക്ക വിശ്വാസികളായ ഡോക്ടർമാരെ ഉപയോഗിച്ച് സ്വയംഭോഗം നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പഠിപ്പിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കന്യാസ്ത്രീ സ്വയംഭോഗത്തിനെതിരെ സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു പുതുമയുമില്ല. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ എന്നെ സത്യത്തിൽ അതിശയിപ്പിച്ചത് ആ കന്യാസ്ത്രീ സയൻസിന്റെ പരിവേഷത്തോടുകൂടെ സ്വയംഭോഗത്തെ പറ്റി പറയുന്ന ഊളത്തരങ്ങൾ യാതൊരു വിമർശന ബുദ്ധിയും ഉപയോഗിക്കാതെ അതേപടി വിഴുങ്ങുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു ജെനിറ്റൽസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ ഒരു പ്രോക്രിയേഷന്റെ സാധനം ഇറ്റ്സ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് അനദർ പേഴ്സൺ. അതൊരു യൂണിറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ദൈവം വെച്ചിട്ടുള്ളത്, അല്ലെ? അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാളെ ചിന്തിക്കേണ്ട, നമ്മളെ തന്നെ അങ്ങ് ധ്യാനിച്ച് അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. എപ്പോഴും അതിൽ വേറൊരു ഇവിടെ ഈ കന്യാസ്ത്രീ പറഞ്ഞു വെക്കുന്നത് ഈ സ്വയംഭോഗം ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് എന്നാണ്. അങ്ങനെ ഈ സെക്സ് എന്ന് പറയുന്ന പ്രവൃത്തി കല്യാണത്തിനുള്ളിൽ പങ്കാളിയുമായിട്ട് മാത്രം ചെയ്യേണ്ട ഒരു പ്രവൃത്തി സ്വന്തം സ്വാർത്ഥ ലൈംഗിക താല്പര്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ്. നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി ഗർഭസ്ഥ ശിശുക്കളിലും നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത? ഇത് വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഒരു സത്യമാണ്. അതിൻ്റെ അർത്ഥം ഒരമ്മയുടെ വയറ്റിൽ വളരുന്ന ശിശു വേറൊരു അമ്മയുടെ വയറ്റിൽ വളരുന്ന പെൺ ശിശുവിനെ ഓർത്ത് സ്വയംഭോഗം ചെയ്യുകയാണെന്നാണോ? ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി മനുഷ്യരിൽ ലൈംഗിക താല്പര്യം ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് എന്ന്. സ്വന്തം വികാരങ്ങളും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സ്വയംഭോഗം. അതിന് ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ആ ശിശു കൗമാരത്തിൽ എത്തുന്നതുവരെ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ലൈംഗിക താല്പര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ കത്തോലിക്ക സഭയുടെ
യഥാർത്ഥ പ്രശ്നം സ്വയംഭോഗമല്ല, മറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞ സ്വന്തം ശരീരവും ലൈംഗികതയും ഒക്കെ ചെറുപ്പം മുതൽ തന്നെ അറയ്ക്കാനും വെറുക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന മഹാനായ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യയ ശാസ്ത്രമാണ്. ഇന്ന് പല ദാമ്പത്യ ബന്ധങ്ങളും കുളമാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പുരുഷന്മാർ ചെറുപ്പത്തിലെ തന്നെ ശീലിച്ചു വരുന്ന തെറ്റായ സ്വയംഭോഗ ശൈലികളും സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തെ പറ്റിയുള്ള അജ്ഞതയും അപകർഷതാബോധവും ഒക്കെയാണ്. ഇതിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം അനുവദിക്കാത്ത അബ്രഹാമിൻ്റെ സന്തതികൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. കൊറോണ കാലത്ത് ജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി സയൻസിൻ്റെ നിർദ്ദേശങ്ങൾ മാനിച്ച് പള്ളികൾ അടച്ചും കുർബാന ഓൺലൈനിലാക്കിയും ഒക്കെ മാതൃക കാണിച്ച മത നേതാക്കൾ പിന്നെ എന്തുകൊണ്ടാണ് ലൈംഗികതയുടെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും ഒക്കെ കാര്യം വരുമ്പോൾ യാതൊരു മനസാക്ഷിയുമില്ലാതെ കപടശാസ്ത്രവും കെട്ടുകഥകളും ഒക്കെ പ്രചരിപ്പിക്കുന്നത്? ഒരു വ്യക്തിയുടെ ലൈംഗികത എന്ന് പറയുന്നത് അവൻ്റെ മാനസിക ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് ജനനേന്ദ്രിയങ്ങളല്ല, നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോക്സ്. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.